ഐറ്റംസ് പല കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒരൊറ്റ തവണ വാങ്ങിക്കുക, അത് ഉപയോഗിക്കുക, ആ സാധനം മറ്റൊരാൾക്ക് റെഫർ ചെയ്യുക. അത്രേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് ചെയ്യുന്നതിനാണ് ഇത്രയും വലിയ വരുമാനം നമുക്ക് തരുന്നത്, അല്ലെ? പക്ഷെ ഇത് എല്ലാവരും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒരു പേ ഔട്ട് കൊടുക്കാൻ കമ്പനി കൃത്യമായിട്ട് ഒരു സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് നേരത്തെ ഇവിടെ മാഡം രണ്ട് ചാനലിലൂടെ മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം 2000 മുതൽ 30,000 എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കിട്ടിയ ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കാലിലെയും കയ്യിലെയും ഒന്നും വിരലുകൾ പോരാ ഈ 5 കോടിയൊക്കെ വാങ്ങിയ ആളുകളെ എണ്ണിയെടുക്കാൻ. അതിൽ കൂടുതൽ ആളുകൾ ഇന്ന് ഈ ബിസിനസ്സിൽ നിന്ന് വലിയ വരുമാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ സാധാരണക്കാരിയായ ഞാൻ ഒരു 10,000-12,000 രൂപയ്ക്ക് ഒരു ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായ എനിക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും മാത്രമുള്ള ആളുകൾക്ക് ചെയ്യുന്ന ബിസിനസ് ആണ്. അല്ല, എൻ്റെ ടീമിന്റെ അകത്ത് 1-ാം ക്ലാസ്സുകാരിയുണ്ട്, 10-ാം ക്ലാസ്സുകാരിയുണ്ട്, 8-ാം ക്ലാസ്സുകാരിയുണ്ട്, എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളുണ്ട്, അറബി സംസാരിക്കുന്നവരുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, മലയാളികളുണ്ട്, കുർഗിലുള്ള ആളുകളുണ്ട്, ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ആളുകളുണ്ട്. അതായത് ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെയും ചെയ്യാം, ആർക്കും ചെയ്യാം. ബിസിനസ്സിന് ഭാഷയൊന്നുമില്ല, എല്ലാത്തിനും ഒരേ ഭാഷയുള്ളൂ, അല്ലെ? ഇവിടെ കിട്ടുന്ന 500 രൂപ കേരളത്തിന്റെ അകത്ത് വാങ്ങിയ 500 രൂപ ജമ്മു കാശ്മീരിൽ 500 എല്ലാവരുടെയും ഇന്ത്യക്കകത്ത് കറൻസിക്ക് ഒരേ വിലയാ, അല്ലെ? അതേപോലെ തന്നെ ഫിജി കാർഡ് എന്ന് പറയുന്ന അവസരം, ഈ ബിസിനസ് അവസരം എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെ? നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ് ഒരു സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. ഒരു 5 കൊല്ലം മുന്നേ ചോദിച്ചാൽ നമ്മൾ പുച്ഛിക്കും. പക്ഷെ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓടുക പിള്ളേരടക്കം, അല്ലെ? പാട്ട് പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് കയറി വരുമാനം കിട്ടാൻ വേണ്ടി ഓടാണ് മൊബൈൽ ക്യാമറയും കൊണ്ട്, അല്ലെ? അപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം അത്രയും റീച്ച് കിട്ടുന്ന സാധനം. എന്തുകൊണ്ടാ? ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഒരു സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുക ഏറ്റവും കൂടുതൽ ആളുകളുള്ള എവിടെയാ? അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്, അതാണ് ഇന്ത്യ. ഭാഗ്യം നമ്മളെല്ലാവരും കേരളത്തിലായതുകൊണ്ട്. കാരണം നമ്മൾ ഇതിന്റെ അകത്താ, അല്ലെ? ഈ അവസരം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബോബി ചെമ്മണൂരും ആലോചിച്ചത് തന്നെ ഇരിക്കും. 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം തരാം, ഞാൻ 4 കൊല്ലം മുന്നേ വന്നു. ഇന്ന് കേൾക്കുന്ന ആളുകൾ ഞാൻ പറയും ഡിലേ ചെയ്യരുതെന്നേ ഉള്ളൂ. ഒരു ദിവസം മുന്നേ എങ്കിലും ഒരു ദിവസം മുന്നേ ഈ ബിസിനസ്സിലേക്ക് വരണം. കാരണം എന്താ അറിയോ? നമ്മൾ വന്നതിന് ശേഷമാണ് ഇനി 145 കോടിയിലെ പല ആളുകളും വരാനിരിക്കുന്നത്. ഒരു 10-14 ലക്ഷം ആളുകൾ മാത്രമേ നിലവിൽ ഫിജി കാർഡിൽ വന്നിട്ടുള്ളൂ. അതായത് 1% ആളുകൾ പോലും ആയിട്ടില്ല എന്ന് ചുരുക്കം. അതായത് ലോകത്തിന്റെ അല്ല പറയുന്നത്, ഇന്ത്യയിലെ 1% പോലും ആയിട്ടില്ല. ഇനി കേരളത്തിലെ തന്നെ എടുത്തു നോക്കിയാൽ പോലും 1% ആളുകൾ പോലും ആയിട്ടില്ല. 3.5 കോടിയിൽ കൂടുതൽ ആളുകൾ ഈ ഒരു എന്താണ് കേരളത്തിന്റെ അകത്ത് മാത്രമുണ്ട്. അത്രയും ആളുകൾ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? അപ്പൊ നമ്മുടെ ഒരു സ്കോപ്പ് ആലോചിച്ചൊക്കെ നാളുകളിൽ ഈ പറയുന്ന വ്യക്തികളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൂടെയാണെങ്കിൽ, ഇവരിൽ ആര് നാളുകളിൽ എന്ത് പർച്ചേസ് ചെയ്താലും, ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ എന്തെങ്കിലും ഒരു പർച്ചേസ് ചെയ്യാൻ നമ്മളോട് ആരെങ്കിലും അനുവാദം ചോദിക്കുന്നുണ്ടോ? നമ്മൾ എത്ര ആളുകൾക്ക് ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി കൊടുത്തു? ആരെങ്കിലും നമ്മളോട് ചോദിക്കുന്നുണ്ടോ? എൻ്റെ ബാഗ് കണ്ട്, എൻ്റെ വാച്ച് കണ്ട്, എൻ്റെ മൊബൈൽ കണ്ട് എത്രയോ ആളുകൾ ഇത് എവിടെ നിന്ന് വാങ്ങി എന്ന് ചോദിച്ച് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട്. എത്രയോ ആളുകൾ ജ്വല്ലറിയിൽ പോയി പർച്ചേസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഗോൾഡ് നമ്മൾ പറഞ്ഞ വാക്കിന്റെ പുറത്ത് നമ്മളോട് പറഞ്ഞിട്ടാണോ വീണ്ടും വീണ്ടും ഇവർ പർച്ചേസ് ചെയ്യുന്നത്? അല്ല, അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ വാങ്ങിക്കുന്നു. അപ്പൊ ഇത്രയും ആളുകൾ നാളുകളിൽ നമ്മുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ അവരാരെന്ത് ആവശ്യത്തിന് ഫിജി കാർഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് എവിടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം. ഇന്ന് ഫ്ലിപ്കാർട്ട്, ആമസോൺ പറയുന്ന കമ്പനികൾ അവരുടെ മാനേജ്മെന്റ് ഉണ്ടാക്കുന്ന വരുമാനം നാളുകളിൽ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിന്റെ പേരാണ് fijiCart.com, അല്ലെ? ഈ ഇത്രയും വലിയ സാധനം ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഈ കണ്ണുപൊട്ടന്മാര് ആനയെ കാണാൻ പോയൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? ആനയുടെ വാല് പിടിച്ച ആള് അതാണ് ആന എന്ന് പറയും, കൊമ്പ് പിടിച്ച ആള് അതാണ് ആന എന്ന് പറയും, അല്ലെ? അതുപോലെ കുറച്ച് മാത്രം അറിവുള്ള ആളുകളോട് നിങ്ങൾ പോയി ചോദിക്കുന്ന സമയത്ത് ആനയെ മുഴുവനായിട്ട് കണ്ണു തുറന്ന് കണ്ട ആളുകളോട് ചോദിച്ച പോലെ ഉള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ണില്ലാത്തൊരു മനുഷ്യനോട് ചോദിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു അവസരത്തിൽ വിജയിച്ച ആളുകളോട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ
വിജയിച്ച ആളുകൾ നിങ്ങളെ വിജയിപ്പിക്കുന്നുള്ളതാണ്. ഞാൻ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ എന്റെ കൂട്ടുകാരിയോട് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ വന്നു. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ വേറെ ഏത് മേഖലയിലും കിട്ടാത്തൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ പണി വേറെ ആരും എടുത്തു തരില്ല. പക്ഷെ ഈ ഒരു ഭാഗത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇല്ലെങ്കിലും എന്റെ കൂടെയുള്ള ആളുകളും എന്റെ മേലെയുള്ള ആളുകളും എന്നെ സഹായിച്ചോളും എന്നുള്ള. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ബിസിനസ്സിൽ. ഈ ഞാൻ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ നമുക്ക് ഡെയിലി ഇൻകം ഉണ്ട്, മന്ത്ലി ഇൻകം ഉണ്ട്, ഇയർലി ഇൻകം ഉണ്ട്. അതിന് പുറമെ എക്സ്ട്രാ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് നമുക്ക് തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് തരുന്നുണ്ട്. ഞാനൊരു 10,000 രൂപ പെർഫോമൻസ് ബോണസ് ആഗ്രഹിച്ച് വന്ന ഒരാൾക്ക് എനിക്കൊരു 10-25 ലക്ഷം രൂപ ഈ ഒരു 3-4 കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു. ഈ പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസ് കഴിഞ്ഞ് 2 കൊല്ലം എനിക്ക് ഉപയോഗിക്കാൻ പറ്റി. അത് ഉപയോഗിക്കാൻ പറ്റി ഞാൻ സന്തോഷത്തോടു കൂടിയല്ല പറയുന്നത്. എന്റെ മോന്റെ ഒരു സർജറി ഉണ്ടാകുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഫിജിക്കാർഡ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാ. 1.5 കൊല്ലം പാർട്ട് ടൈം ആയിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു മോന്റെ ഒരു സർജറി വേണ്ടി വന്നത്. ആ സമയത്ത് എന്റെ കണ്ണ് തെളിയിപ്പിച്ചതും എന്തുകൊണ്ട് ജോബ് റിസൈൻ ചെയ്ത് ഫിജിക്കാർഡിലേക്ക് ഫുൾ ടൈം ആയിട്ട് കണ്ടിന്യൂ ചെയ്തതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ. ഞാൻ ആ ജോബിലും ഉണ്ടായിരുന്നു, ഫിജിക്കാർഡും പാർട്ട് ടൈം ആയി ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലാണ് എന്റെ മോന് അപ്പൻഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം പിടിപെട്ട് അതിന്റെ ഒരു സർജറി വേണ്ടി വന്നു. ഒരു 7 ദിവസം എനിക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു. ഈ 7 ദിവസം എന്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ചിന്തിക്കാനും ഒരു തീരുമാനം എടുക്കാനും പറ്റിയൊരു ടൈമായിരുന്നു. ഈ 7 ദിവസത്തില് ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ESI ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഫിജിക്കാർഡിൽ നിന്ന് എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ 7 ദിവസം എന്റെ LOP ആയിരുന്നു, അതായത് ലോസ് ഓഫ് പേ. ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥാപനത്തിൽ നിന്ന് ഞാൻ ഫിസിക്കലി അവിടെ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് കട്ട് ചെയ്തു, സാലറി കട്ട് ചെയ്തു. പക്ഷെ ഫിജിക്കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസ്ഥയിൽ 7 ദിവസം ഞാൻ എന്റെ മോന്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷെ എന്റെ ടീം എന്റെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ അവരെടുക്കുന്ന സെയിൽസിന് കൂടി എനിക്ക് വരുമാനാ. അതുകൊണ്ട് തന്നെ എന്റെ 7 ദിവസവും എനിക്ക് ഇവിടെ കട്ട് ചെയ്ത് എന്റെ 4 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി വരുമാനം എനിക്ക് 7 ദിവസം എന്റെ അക്കൗണ്ടിൽ കിട്ടി. ഡെയിലി ജോലിക്ക് കൊല്ലങ്ങളായിട്ട് പോയിട്ടിരുന്നവിടെ ഒരു 7 ദിവസം ഇല്ലാണ്ടായപ്പോൾ സാലറി കട്ടായിരുന്നെങ്കിൽ, ഇപ്പുറത്ത് വെറും 1.5 കൊല്ലം മാത്രം ചെയ്ത ബിസിനസ്സിൽ നിന്ന് ഞാൻ ഇല്ലെങ്കിൽ പോലും എന്റെ അക്കൗണ്ടിലേക്ക് വരുമാനം. ഞാൻ അവിടെ ഇല്ല, പക്ഷെ എന്റെ അക്കൗണ്ടിൽ വരുമാനം. എന്റെ ടീമിനെ കോർഡിനേറ്റ് ചെയ്യാൻ എനിക്കൊരു ഫോൺ കോൾ മാത്രം മതിയായിരുന്നു. പക്ഷെ അത് എനിക്ക് ഒരിക്കലും എവിടെ ചെയ്യാൻ കഴിയില്ല, ഒരു ജോലിയിലിരിക്കെ ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച, നാളുകളിൽ എനിക്ക് ആരോഗ്യം ഇല്ലാണ്ടായാൽ ഇത് തന്നെയല്ലേ അവസ്ഥ? എന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഇല്ലാണ്ടായാൽ നമ്മുടെ വരുമാനം നിന്നു. ഫിജിക്കാർഡ് അന്ന് സീരിയസ് ആക്കാൻ രണ്ടാമത്തെ കാരണം, 78,000 രൂപ അന്ന് ബില്ല് വന്ന സമയത്ത് 1 രൂപ പോലും എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല. കാരണം റീഇംബേഴ്സ്മെന്റ് അല്ല, അതായത് നമ്മൾ ആദ്യം അടച്ച പൈസ പിന്നീട് തിരിച്ചു തരുന്ന പരിപാടിയല്ല. ഒരു കാർഡ് ഉണ്ട്, ICICI ലംബാർഗിന്റെ. ആ കാർഡ് അവിടെ ഞാൻ കൊടുത്തു. ഞാൻ വളരെയധികം ടെൻഷനായിരുന്നു, എത്ര ബില്ല് വരും എന്ന് എനിക്കറിയില്ല. പക്ഷേ ലാസ്റ്റ് ഡിസ്ചാർജ് ചെയ്തിരുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിന്റെ ചാർജായ 800 രൂപ മാത്രം അടച്ച് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. 78,000 രൂപ കമ്പനിയാണ് അവിടെ പേ ചെയ്തത്. അന്നത്തോടെ തീരുമാനം എടുത്ത് റെസിഗ്നേഷൻ കൊടുത്തു, മെയിൽ റിസൈൻ ചെയ്തു, ഫുൾ ടൈം ആയിട്ട് ഫിജിക്കാർഡ് ചെയ്തു. മൂന്നാമത്തെ റീസൺ, എന്നെ വിശ്വസിച്ച് ഈ ബിസിനസ്സിൽ വന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സിന്റെ അവസാന പ്രതീക്ഷയായിരിക്കും ചിലപ്പോൾ ഫിജിക്കാർഡ്.com. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഞാൻ വാങ്ങിയ വരുമാനം മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. അതിന് വേറൊരു കാര്യമില്ല. എന്റെ കയ്യിൽ പൈസ വന്ന സമയത്ത് ഒരു മനുഷ്യന്റെ കുട്ടിനോട് ചോദിക്കാണ്ട് എന്റെ അച്ഛനും എന്റെ അമ്മയ്ക്കും എന്റെ സഹോദരങ്ങൾക്കും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തെ യാത്ര, എന്റെ ഹസ്ബൻഡിന് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ, ഇതെല്ലാത്തിന്റെ മെയിൻ സോഴ്സ് എവിടെയായിരുന്നു ചോദിച്ചാൽ അത് ഫിജിക്കാർഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നായിരുന്നു. അപ്പൊ ഞാൻ അനുഭവിച്ച ആ സന്തോഷം മറ്റുള്ള ആളുകളിലേക്ക് കൂടി എനിക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്ന് കൂടി ആയപ്പോൾ ഫിജിക്കാർഡ്.com ഫുൾ ടൈമറായി. ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങുന്ന വരുമാനം, ഞാനൊരു 25 ലക്ഷം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ ടീമിൽ മൊത്തം അതേപോലുള്ള വരുമാനം പലരും പല സമയങ്ങളിലായിട്ട് ഇന്ന് പോലും ഞാനൊരു എമൗണ്ട് വാങ്ങിക്കുമ്പോൾ ഇന്നൊരു 1000 രൂപ എനിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതേ 1000 രൂപ എന്റെ ടീമിലെ 3, 4, 5 ആളുകൾക്ക് ഇന്ന് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്.